ആലപ്പുഴയിൽ UDFന് ആശ്വാസം. മുസ്ലിം ലീഗ് വിമതർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും. അമ്പലപ്പുഴയിലും മറ്റ് മണ്ഡലങ്ങളിലും UDFുമായി സഹകരിച്ചു പോകാൻ തീരുമാനമായിട്ടുണ്ട്. ഇസത്ത് സുൽഫിക്കർ വിവരങ്ങൾ നൽകും. ഇസത്ത്, സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ കൂട്ടായ ഇടപെടലാണോ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിച്ചത്? തീർച്ചയായും ദിവ്യ, സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആലപ്പുഴയിൽ തീരുമാനിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴയിലായിരുന്നു ഈ ഒരു വിഷയം ആദ്യം മുതൽ ഒരു വിവാദം ഉണ്ടാക്കിയിരുന്നത്. അമ്പലപ്പുഴയിൽ നേരത്തെ MSF സംസ്ഥാന സെക്രട്ടറി ആസിഫ് സുബൈർ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. ഇപ്പോൾ ഇതോടുകൂടി ആസിഫ് സുബൈർ ഇതിൽ നിന്നും പിൻവലിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ UDFുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ദിവ്യ, പ്രശ്നപരിഹാരം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉപാധികൾ വച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുകയോ ചെയ്തിട്ടാണോ അവർ പത്രിക പിൻവലിക്കാൻ തയ്യാറായത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? നിയമസഭയിലും അതുപോലെ തന്നെ അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പുകളിലും എല്ലാം കൃത്യമായ പരിഗണന ഇവർക്ക് വരുന്ന മണ്ഡലങ്ങളിൽ നൽകുമെന്ന്, അതായത് മുസ്ലിം ലീഗിന് മണ്ഡലങ്ങളിൽ നൽകുമെന്ന ഉപാധികളോടെയാണ് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇവരെ നേരിട്ട് വിളിച്ച് അതിനുള്ള കാര്യങ്ങൾ തീരുമാനമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും ആലപ്പുഴയിൽ അമ്പലപ്പുഴയിലായിരുന്നു ലീഗ് വിമതർ പത്രിക നൽകിയത്. UDFന് വലിയ തിരിച്ചടിയായത്, പ്രതിസന്ധി ഉണ്ടാക്കിയത്. എന്തായാലും ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ കൂട്ടായി ഇടപെടുകയായിരുന്നു, ഇവരുമായി സംസാരിക്കുകയായിരുന്നു. ഒടുവിൽ ഒത്തുതീർപ്പുണ്ടായിരിക്കുകയാണ്, പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം എന്ന് ലീഗ് വിമതർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി